അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബർഗറിൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ ബർഗറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ബർഗർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ചിക്കൻ പാറ്റീസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം എല്ലില്ലാത്ത പീസ് ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതിൽ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫുഡ് പ്രോസസ്സറിലേക്കോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചിക്കനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലും നന്നായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൽ ഇട്ട് കൊടുത്തെന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ഉള്ളി ഇതുപോലെ ഒന്ന് നാലാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ 4 വലിയ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പീസ് ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. നമ്മൾ മിക്സിയിലാണ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം തന്നെ വലിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലായ കാരണം എല്ലാം ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുക്കണ്ട, ഈ ഒരു പാകത്തിലായിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതുപോലെ നമുക്കിതിലേക്ക് ഒരു 5 ബ്രെഡ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തെടുത്താൽ മതി. നമ്മളിട്ട മുട്ടയും അതുപോലെ ബ്രെഡ് ക്രംസ് ഉപ്പ് കുരുമുളക് അതൊക്കെ നന്നായിട്ടൊന്ന് ഈ ചിക്കനിൽ മിക്സാക്കി എടുത്താൽ മതി. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകമായിട്ട് വേണം കിട്ടാനായിട്ട്. ഒരുപാട് ലൂസാവരുത്, ഒട്ടും വെള്ളം പാടില്ല. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ചിക്കൻ്റെ മിക്സ്. ഇനി സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് അടച്ച് വെച്ച ശേഷം നമുക്കിത് റെഡിയാക്കി എടുക്കാം. സമയമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ സെറ്റായിരിക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് റെഡിയാക്കുമ്പോൾ. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഷീറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പരത്തി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലത്തെ ഷീറ്റ് വിരിച്ചിട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റും. ഇനി ഞാനിതൊന്ന് കവർ ചെയ്തിട്ട് ഒന്നുകൂടെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ച് പരത്തുന്നതിനേക്കാളും സുഖമായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ ജസ്റ്റ് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നല്ലൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ പരത്തി കൊടുക്കാം. അത്യാവശ്യം വലിപ്പത്തിൽ പരത്തിയെടുക്കുക. അങ്ങനെ ഞാനിത് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മുകളിലത്തെ കവറൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം റൗണ്ട് ഷേപ്പിലാക്കിയിട്ട്. നമുക്ക് എത്ര വലിപ്പമുള്ള ബർഗറിൻ്റെ പാറ്റീസാണ് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വല്ല അടപ്പും എടുത്ത് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പരത്തി വെച്ചതിൽ നിന്ന് നമുക്കൊരു 4 വരെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ അടപ്പ് വെച്ചിട്ട്. അപ്പോൾ ഞാനിത് ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള ചിക്കൻ്റെ ആ മിക്സ് ഇതുപോലെ തന്നെ വീണ്ടും പരത്തിയ ശേഷം കട്ട് ചെയ്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ബാക്കിയുള്ള ചിക്കൻ്റെ മിക്സും ഒന്നുകൂടെ പരത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ്റെ ഈ മിക്സ് പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കനം കുറച്ച് പരത്തണ്ട, ഒരുപാട് തിന്നാക്കണ്ട. കാരണം നമ്മൾ നേരത്തെ ആക്കി വെച്ച അതേപോലെ ആ ഒരു കട്ടിയിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബർഗർ പാറ്റീസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ പാറ്റീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരേ സമയം 3 എണ്ണം വരെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല.
കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ. ഇനി ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഫ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബർഗർ പാറ്റീസൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളറായിട്ട് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഉള്ളൊക്കെ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അതൊന്നും കൂടെ ആവാണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതൊന്നും കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട. ആദ്യം ഒഴിച്ച ഓയിൽ തന്നെ ഉണ്ടാവും അതിൽ തന്നെ ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സൈഡൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ചിക്കൻ പാറ്റീസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗറിന് വേണ്ട ബണ്ണ് എടുക്കാം. നമുക്ക് ബർഗറിൻ്റെ ബണ്ണൊക്കെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഞാനിതിന് മുന്നേ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ മേടിച്ച ബണ്ണാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ബണ്ണ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഈ ബണ്ണിൻ്റെ ഈ സൈഡ് ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബണ്ണെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ജസ്റ്റ് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ബണ്ണിൻ്റെ ഈ ഉൾഭാഗം ഒന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ ഒരു പാകമായാൽ മതി. ഇതുപോലെ തന്നെ ഞാൻ എല്ലാ ബണ്ണും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബണ്ണെല്ലാം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ബർഗർ പാറ്റീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ലെറ്റ്യൂസാണ്. ലെറ്റ്യൂസ് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സിബ്ലോ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചീസ് വേണം. ചീസിൻ്റെ സ്ലൈസ് ബർഗറിൽ വെക്കാനുള്ളത്. അതുപോലെ കുറച്ച് കെച്ചപ്പ് വേണം. പിന്നെ കുറച്ച് മയണസ് കൂടെ വേണം. മയണസിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിൽ കാണിക്കുന്നില്ല. ഇനി നമുക്ക് ബർഗർ റെഡിയാക്കി എടുക്കാം. ബർഗർ റെഡിയാക്കാനായിട്ട് ഞാനൊരു ബണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബണ്ണിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് കുറച്ച് മയണസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ വീണ്ടും എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ലെറ്റ്യൂസ് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. എത്ര വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് തക്കാളി കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. 1-2 പീസ് വെച്ച് കൊടുക്കാം. തക്കാളിയുടെ മുകളിലായിട്ട് നമുക്ക് ഒരു ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ പാറ്റീസിൽ ഒരെണ്ണം എടുത്ത് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ഈ ബണ്ണിൻ്റെ ഈ മേൽഭാഗം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ ഈസി ആയിട്ടുള്ള ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ ഞാനൊരു 4 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ബർഗർ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലും ബർഗറൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു ബർഗറിൻ്റെ ഉള്ളിൽ 2 ചിക്കൻ പാറ്റീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതിലെല്ലാം ഓരോന്ന് തന്നെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയും നമുക്കിതുപോലത്തെ ഒരു 4 ബർഗർ ഉണ്ടാക്കാനുള്ള ചിക്കൻ പാറ്റീസ് ഉണ്ട്. നമുക്ക് 200 ഗ്രാം ചിക്കനുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു 8-9 ചിക്കൻ പാറ്റീസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിന് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 10-12 എണ്ണമൊക്കെ റെഡിയാക്കാം. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പാനിൽ വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ
സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.